പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയിൽ എടുത്തോണ്ട് വന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനയം പറഞ്ഞ നമസ്കാരം. ഞാൻ പറഞ്ഞത് തമാശല്ല. ഇവിടെ നിങ്ങളെല്ലാവരും വലിയ സന്തോഷത്തോടുകൂടി അത്യാവശ്യം വലിയ കുഴപ്പങ്ങളില്ലാതെ ജീവിക്കുന്നു എന്ന് അറിയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം നാട്ടിലെ വിഷയങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് മറ്റ് ലോകരാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന ആളുകളെക്കാളും എന്തോ ഈ ഒരു മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ നാടിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. നാട്ടിലൊരു വിലക്കയറ്റം വന്നാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു മഴ വന്നാൽ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ നാടിനാണ്. അത്രയധികം ബന്ധം നമ്മുടെ നാട്ടുമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ. അവിടെ ഞങ്ങൾക്ക് മുമ്പേ നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പുറകെ ഞങ്ങൾക്ക് വരാൻ കഴിയുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് സെറ്റിലായതിനു ശേഷം ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ തീരുമാനിച്ചതിന് ആ തീരുമാനിച്ച പരിപാടികൾ ഞങ്ങളെ പോലുള്ളവരെല്ലാം വിളിക്കുന്നതിന് നിങ്ങൾ എല്ലാവരായ ഓരോരുത്തരോടും ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. വളരെ നന്ദി നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിക്കുന്നതിന്. അപ്പോ ഇപ്പം ഈ പിള്ളേർ ഭയങ്കര വേളായിട്ട് ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, മിണ്ടാൻ സമ്മതിക്കാനുള്ള ഒരു മഹേഷ് കുഞ്ഞു പറഞ്ഞു വിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോ ഇവിടെ നിങ്ങൾ ഇത്ര രസമായി നിൽക്കുന്ന ഈ നിമിഷങ്ങളിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നു. എല്ലാ ദിവസവും ഇങ്ങനത്തെ പരിപാടികളായിട്ട് നമ്മൾ ഒത്തുകൂടാറില്ല. വർഷത്തിൽ വളരെ കുറച്ച് തവണയാണ് ഒത്തുകൂടുന്നത്. ഒത്തുകൂടുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് പരമാവധി സന്തോഷിക്കാം. ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും വന്നിട്ട് സന്തോഷിക്കാമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ചിലപ്പോൾ നമ്മൾ ഹോട്ടൽ അന്വേഷിച്ച് നടക്കൂല, റോട്ടിൽ കൂടെ ആ ഹോട്ടലിൽ ആളുണ്ട്, തിരക്കുണ്ട്, വേറെ ആലോചിക്കാന്ന് പറഞ്ഞ അവസാനം തട്ടടെ വന്ന് പപ്പടോടെ കഴിച്ചിട്ട് പോകേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞതുപോലെ ഉള്ള സമയം നമുക്കിനി ഏറ്റവും ഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നുകൾ പറയാം, നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർക്കാൻ, സംസാരിക്കാം. അതിനെല്ലാം പറ്റുന്ന കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പ്രസംഗങ്ങള് ഈ പറഞ്ഞതുപോലെ ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു നാടാണ് എന്ന് പറഞ്ഞു. ലക്ഷ്മി അത് എടുത്തു ചോദിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോ നീ പോയില്ലേ? അപ്പോ ഒളിഞ്ഞ് കേട്ടോ, നോക്കാൻ പറ്റരുത് കേട്ടോ. അപ്പോ ഞാൻ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങിയത് മസ്കറ്റിലാണ്. മസ്കറ്റിലൂടെ അവന്യൂസ് മാളിൽ ഞാനൊരു കേക്ക് കട തുടങ്ങി. ഒരു കൊല്ലത്തോളം കായി തുടങ്ങിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കേക്ക് കട തുടങ്ങിയിട്ട് വലിയ സന്തോഷം. മസ്കറ്റിലാണല്ലോ എന്റെ കൂടെ പഠിച്ച, ഇവിടെ വന്ന് നേരത്തെ വന്ന് അത്യാവശ്യം ധനികനായ ജീവിതം നല്ല സെറ്റപ്പായ എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, എടാ ഇന്ന പോലെ ഞാനൊരു കേക്ക് കട തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവനെ വിളിച്ചൊരു കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, ഇത്തിരി സപ്പോർട്ട് കിട്ടുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. പിന്നെ അവനോട് ചോദിക്കുകയാണ്, അപ്പൊ നിന്റെ പേര് അവിടെ ചെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കേക്ക് കിട്ടുമല്ലേ അല്ലേ എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെ ചെന്നാലും നമ്മള് മലയാളികൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വിട്ടുപിടിക്കാൻ റെഡിയല്ല എന്നുള്ളത്. അങ്ങനെ അവൻ അവിടെ കൊണ്ട് പോയി. ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു, നാളെ കാണാം, നമുക്ക് സംസാരിക്കാം, ഈ ഷോയുടെ 2 ഫ്രീ ടിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ച് വീണ്ടും വിളിച്ചായിരുന്നു. ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. ഈ ഷോ ഒക്കെ നടത്തുന്നവരെ കുറിച്ചും കൂടെ രണ്ടുപേരും പറയാതെ പോയി. ഇതിപ്പോ സെക്കൻഡ് സീസൺ ആണ് ചെയ്യുന്നത്. ഇവര് കഴിഞ്ഞ കൊല്ലവും ഷോ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ എത്രയോ നാളുകളായി ഷോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു 3000-ഓളം ഷോകൾ ലോകം മുഴുവൻ കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആരും തന്നെ അങ്ങനെ ഷോകൾ ചെയ്തിട്ട് ഒരു സിനിമ ചെയ്യുന്ന പോലെയൊന്നുമല്ല. സ്റ്റേജ് ഷോ ചെയ്ത് കോടികൾ സമ്പാദിച്ചു, അതിന്റെ കുറെ ലാഭം കൊണ്ട് വീട് മേടിച്ചു എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഈ ലോകത്ത് എവിടെയും ജീവിച്ചിരിക്കില്ല. സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നവർക്ക് നോ ലോസ് നോ പ്രോഫിറ്റ്, കൂടി പോയാൽ ഒരല്പം പൈസ കിട്ടുമായിരിക്കും. അതിന്റെ ഒരു അർത്ഥം